ഹായ് ഫ്രണ്ട്സ്. സോ എൻ്റെ ചില പേഷ്യൻസ് അല്ലെങ്കിൽ എൻ്റെ ചില ഫ്രണ്ട്സ് എന്നോട് ചോദിക്കാറുണ്ട്, ആർമി, നേവി അല്ലെങ്കിൽ എയർഫോഴ്സിലേക്കൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡെൻ്റൽ ക്രൈറ്റീരിയ, പല്ലിൻ്റെ ക്രൈറ്റീരിയ എത്രയാണ്? ചിലർ പറയും എൻ്റെ അടുത്ത്, അയ്യോ എൻ്റെ ഒരു പല്ല് പറിച്ചിട്ടുണ്ടായിരുന്നു, സോ എനിക്കൊരു പല്ലിൽ ഞാൻ സെലക്റ്റഡ് ആവുമോ, എനിക്ക് 28 പല്ലിൽ എനിക്ക് സെലക്റ്റഡ് ആവുമോ, എനിക്ക് സെലക്ഷൻ കിട്ടുമോ? അങ്ങനെയുള്ള മിക്ക ഡൗട്ട്സും പലർക്കും ഉണ്ട്. എന്നാൽ അങ്ങനെ പല്ലിൻ്റെ എണ്ണം വെച്ചിട്ടല്ല നോക്കുക. സോ അതെങ്ങനെയാണ് നോക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. സോ പല്ലിൻ്റെ എണ്ണമല്ല ആർമി, നേവി അല്ലെങ്കിൽ എയർഫോഴ്സിലേക്ക് സെലക്ഷൻ കിട്ടാനുള്ള ക്രൈറ്റീരിയ. പല്ലിൻ്റെ എണ്ണം നോക്കിയിട്ടല്ല, ആക്ച്വലി അതിന് യൂസ് ചെയ്യുന്നത് ഒരു പോയിൻ്റ് സിസ്റ്റമാണ്. അതിൽ 14 പോയിൻറ്റിന് മീതെയുള്ള ആൾക്കാർക്ക് സെലക്ഷൻ കിട്ടും. അതുപോലെ മാക്സിമം കിട്ടാവുന്ന പോയിൻ്റ് 22ആണ്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. സോ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പല്ലാണ് സെൻട്രൽ ഇൻസൈസർ, ഈ പല്ല് ലാറ്ററൽ ഇൻസൈസർ, ഇത് കെനൈൻ, ഇത് ഫസ്റ്റ് പ്രീമോളർ, സെക്കൻഡ് പ്രീമോളർ, ഫസ്റ്റ് മോളർ, സെക്കൻഡ് മോളർ, തേർഡ് മോളർ. സോ ഇൻസൈസറിന് ഒരു പോയിൻ്റ്, സെൻട്രൽ ഇൻസൈസറിന് ഒരു പോയിൻ്റ്, ലാറ്ററൽ ഇൻസൈസറിന് ഒരു പോയിൻ്റ്, കെനൈന് ഒരു പോയിൻ്റ്, പ്രീമോളറിന് ഒരു പോയിൻ്റ്, ഫസ്റ്റ് പ്രീമോളറിന് ഒരു പോയിൻ്റ്, സെക്കൻഡ് പ്രീമോളറിന് ഒരു പോയിൻ്റ്. അതായത് സെൻട്രലിൽ നിന്ന് ആദ്യത്തെ 5 പല്ലുകൾക്ക് ഓരോ പോയിൻ്റ് വെച്ചാണ് കൊടുക്കുക. അപ്പോൾ നമുക്ക് അത്രയും പല്ലുകളുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക 5 പോയിൻ്റാണ്. കാരണം 5 പല്ലുണ്ട്, 5 ഫ്രണ്ടിലത്തെ പല്ലും പിന്നെ മിഡിലായിട്ട് വരുന്ന 2 പല്ലും ഉണ്ടെങ്കിൽ നമ്മൾക്ക് ടോട്ടൽ കിട്ടുന്ന പോയിൻ്റ് 5ആണ്. അതുപോലെ തന്നെ അതിൻ്റെ മറ്റേ സൈഡ്, അതായത് സെൻട്രൽ ഇൻസൈസർ, ലാറ്ററൽ ഇൻസൈസർ, കെനൈൻ, 2 പ്രീമോളേഴ്സ്, ഫസ്റ്റും സെക്കൻഡും, അങ്ങനെ വരികയാണെങ്കിൽ അവിടെ നമുക്ക് 5 പോയിൻ്റ് കിട്ടും. അങ്ങനെ ടോട്ടൽ കിട്ടുക 10 പോയിൻ്റാണ്. അതിനുശേഷം നമുക്ക് പുറകിലത്തെ പല്ലുകൾക്ക് വരാം. അതേതൊക്കെയാണ്? നമ്മൾക്ക് ഫസ്റ്റ് മോളർ, സെക്കൻഡ് മോളർ, തേർഡ് മോളർ, ഇതിനെല്ലാം നമ്മൾക്ക് 2 പോയിൻ്റ് വെച്ച് ലഭിക്കും. അപ്പോൾ ഈ സൈഡിൽ മൊത്തം 6 പോയിൻറ്റും ഈ സൈഡിൽ മൊത്തം 6 പോയിൻറ്റും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പുറകിലത്തെ പല്ലുകൾ ഉണ്ടെങ്കിൽ നമുക്ക് 12 പോയിൻ്റ് കിട്ടും. അപ്പോൾ 10 + 12 = 22 പോയിൻറ്റ്സ്. ഓക്കെ, അപ്പോൾ 10 + 12 = 22 പോയിൻറ്റ്സ്. അതുപോലെ തന്നെയാണ് താഴത്തെ പല്ലിൻ്റെ സിറ്റുവേഷനും. ഇത് സെൻട്രൽ ഇൻസൈസർ, ലാറ്ററൽ ഇൻസൈസർ, കെനൈൻ, ഫസ്റ്റ് പ്രീമോളർ, സെക്കൻഡ് പ്രീമോളർ, ഫസ്റ്റ് മോളർ, സെക്കൻഡ് മോളർ, തേർഡ് മോളർ. പോയിൻ്റ് സിസ്റ്റത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞത് മുകളിലത്തെ പല്ലിൻ്റെ കാര്യവും ഇപ്പോൾ പറഞ്ഞത് താഴത്തെ പല്ലിൻ്റെ കാര്യവും. സോ മുകളിലത്തെ പല്ലിനും താഴത്തെ പല്ലിനും സ്പെഷ്യലായിട്ട് പോയിൻ്റ് സിസ്റ്റം ഇല്ല. മൊത്തത്തിൽ 22 പോയിൻ്റാണ്. ഇനി ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നതെന്ന്. സോ ടോട്ടൽ പോയിൻ്റ് വരെ 22 ആണ്. സോ മുകളിലത്തെ എല്ലാ പല്ലുകളും താഴത്തെ പല്ലിലെ ഇതുപോലെ മുട്ടുന്നുണ്ടെങ്കിൽ, അതായത് കടിക്കുമ്പോൾ മുട്ടുന്നുണ്ടെങ്കിൽ, അതായത് മുകളിലത്തെ പല്ലിൻ്റെ കൗണ്ടർ പാർട്ടായ താഴത്തെ പല്ലുമ്പോൾ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പോയിൻ്റ് കിട്ടുള്ളൂ. അതായത് മുകളിലൊരു പല്ലുണ്ട് പക്ഷെ താഴെ ആ പല്ലില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പോയിൻ്റ് നഷ്ടപ്പെടും. അതുപോലെ തന്നെ പുറകിലും കടിക്കുന്ന സമയത്ത് പുറകിലത്തെ 2 പോയിൻ്റ് കിട്ടുന്ന പല്ലുകളില്ലേ, ആ പല്ല് കടിക്കുന്ന സ്ഥാനത്ത് താഴത്തെ പല്ല് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് 2 പോയിൻ്റ് നഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് മോളാർ ഇപ്പോഴത്തെ കുറേ കുട്ടികൾക്ക് മിസ്സിങ് ആണ്. സോ തേർഡ് മോളാർ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ താഴത്തെ കൗണ്ടർ പാർട്ട്, അതായത് തേർഡ് മോളാർ താഴത്തെ തേർഡ് മോളാറിൽ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 2 പോയിൻ്റ് കിട്ടുള്ളൂ. ഇല്ല ജസ്റ്റ് പുറത്തേക്ക് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ 1 പോയിൻ്റേ കിട്ടുള്ളൂ. അത് പുറകിലത്തെ പല്ലിന്. സോ അങ്ങനെയാണ് ടോട്ടൽ എടുക്കും. ടോട്ടൽ എടുത്തിട്ട് 14 പോയിൻ്റ് നമ്മൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ സെലക്റ്റഡ് ആവും. സോ 14 കിട്ടാത്ത സിറ്റുവേഷൻ ഭയങ്കര റെയറാണ്. കാരണം
ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെലക്ഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഡോക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, അവർ മാക്സിമം എങ്ങനെയെങ്കിലും എഫേർട്ട് ഇട്ട് എങ്ങനെയെങ്കിലും പാസ്സാക്കാനായിട്ട് ശ്രമിക്കുക. സോ അങ്ങനെ ഡെൻ്റൽ ഇഷ്യൂസ് കൊണ്ട് സെലക്ട് ആവാതെ പോകുന്നത് വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അതും തീരെ പറ്റാത്തൊരു സിറ്റുവേഷനിൽ മാത്രമായിരിക്കും. അപ്പോൾ അതായത് പല്ലുകളുടെ എണ്ണമല്ല, 14 പോയിൻ്റാണ് നമുക്ക് മൊത്തത്തിൽ കിട്ടേണ്ടത്. പല്ലുകളെല്ലാം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, എല്ലാം അപ്പർ കൗണ്ടർ പാർട്ട് താഴത്തെ കൗണ്ടർ പാർട്ടിൽ ടച്ച് ചെയ്തിട്ടുണ്ടാവണം, അതാണ് മുട്ടിയിട്ടുണ്ടാവണം, അതാണ് അതിൻ്റെ ഒരു കടിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ പറ്റണം. കടിക്കുമ്പോൾ എല്ലാത്തിനും പ്രോപ്പറായിട്ടുള്ളൊരു കടി ഉണ്ടാവണം. ക്ലാസ് 1 എന്നൊക്കെ പറയും. ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ ഇതിലിടുന്നുണ്ട്. സോ ഇതുപോലെയാണ് പോയിൻറ്റ് സ്കോറിങ് സിസ്റ്റം. പക്ഷേ ഇതിലൊരു ക്യാച്ച് ഉണ്ട്. അതായത് ആ പല്ല് ഫ്രാക്ചേർഡ് ആണെങ്കിൽ നമുക്കവിടെ പോയിൻ്റ് നഷ്ടപ്പെടും. ഒരു ചെറിയ കുറ്റിപ്പല്ല് പോലെ നിൽക്കുകയാണെങ്കിലും നമുക്കവിടെ പോയിൻ്റ് നഷ്ടപ്പെടും. പല്ലിൻ്റെ പകുതിയോളം പാർട്ട് പൊട്ടിപ്പോയോ അല്ലെങ്കിൽ കാൽ ഭാഗം പൊട്ടിപ്പോയാൽ പോലും നമ്മൾക്ക് ആ പോയിൻ്റ് നഷ്ടപ്പെട്ടു പോകും. സോ അങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ചെറിയൊരു കേറീസേ ഉള്ളൂ അല്ലെങ്കിൽ ചെറിയൊരു കേടേ ഉള്ളൂ എങ്കിൽ നമുക്കത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പോയിൻ്റ് ലഭിക്കും. ഇല്ലെങ്കിൽ കുറച്ചുകൂടി സ്പ്രെഡായി പൾപ്പിലെത്തി വേദനയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ചില സമയത്ത് റൂട്ട് കനാൽ മാത്രം ചെയ്ത് വിടും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിനൊരു ക്യാപ്പ് കൂടി ഇട്ടാലേ നമ്മൾക്ക് ആ പോയിൻ്റ് ലഭിക്കുകയുള്ളൂ. അതുപോലെ പല്ലിൽ കമ്പിയിടാത്ത പ്രശ്നം കൊണ്ട്, അതായത് പല്ല് നിരതെറ്റിയിരിക്കുകയാണ്, പല്ലുകളുടെ ഇടയിൽ കുറേ ഗ്യാപ്പ് ഉണ്ട്, മുകളിലത്തെ പല്ല് താഴത്തെ പല്ലിനെ തട്ടുന്നില്ല എന്നുള്ളൊരവസ്ഥ വരികയാണെങ്കിലും നമ്മൾക്ക് അതുപോലെ തന്നെ പോയിൻ്റ് പോവും. ഇത് നോക്കൂ, ഇതാണ് ആൻറ്റീരിയർ ഓപ്പൺ ബൈറ്റ് എന്ന് പറയുന്ന സിറ്റുവേഷൻ. സോ ഇതിൽ മുകളിലത്തെ പല്ല് താഴത്തെ പല്ലിനെ, മുന്നിലത്തെ പല്ല് താഴത്തെ മുന്നിലത്തെ പല്ലിനെ തട്ടുന്നില്ല. സോ നമ്മൾക്ക് അവിടെ 6 പോയിൻ്റ് നഷ്ടപ്പെടുന്നതാണ്. കാരണം ആദ്യത്തെ കോമ്പല് തൊട്ട് അടുത്ത കോമ്പല് വരെയുള്ള പല്ലുകളാണ് തട്ടാത്തത്. സോ അത്രയും പോയിന്റ് നഷ്ടപ്പെടും. സോ അങ്ങനെ നഷ്ടപ്പെടുന്നത് 6 പോയിന്റ് ആയിരിക്കും. അതുപോലെ കേസ് ടു കേസ്, ഇപ്പോൾ തട്ടാത്ത പല്ല് ഏതാണെന്ന് നോക്കി കഴിഞ്ഞാൽ അങ്ങനെ പോയിന്റ് കട്ട് ചെയ്ത് പോകും. അങ്ങനെയാണ് ഇതിൻ്റെ പോയിന്റ് സ്കോറിംഗ് സിസ്റ്റം വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഇപ്പോൾ ബ്രേസസ് ഉണ്ട്, ഇപ്പോൾ നേരെതെറ്റിലുള്ള ചില കേസുകളിൽ മുകളിലത്തെ പല്ല് താഴത്തെ പല്ലിനെ തട്ടുന്നുണ്ടാവില്ല. സോ അങ്ങനത്തെ കേസുകളൊക്കെ നമുക്കിപ്പോൾ ഒരു 10ാം ക്ലാസ്സൊക്കെ എത്തുമ്പോൾ നമുക്ക് ആർമി, നേവി, എയർഫോഴ്സിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ആ സമയത്ത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റ് ടൈം ആകുമ്പോഴേക്കും റെഡിയായി കിട്ടും. ഇനി ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യനാണ്, ഇതിൻ്റെ മെഡിക്കൽ ടെസ്റ്റിന് അല്ലെങ്കിൽ ഡെൻ്റൽ ടെസ്റ്റിന് വേണ്ടി പോകുന്ന സമയത്ത് ബ്രേസസ് അഴിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ബ്രേസസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഊരിയാൽ മതി. ഇൻ ബിറ്റ്വീൻ ഇപ്പോൾ ആ സമയത്ത് ടെസ്റ്റ് വന്നാൽ പോലും അവിടെ ചെന്നാൽ എക്സാമിനേഴ്സ് കുഴപ്പമില്ല, ഒരു ഇച്ചിരി ടൈം ഫ്രെയിം തരും, നമുക്ക് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു ടൈം ഫ്രെയിം തരും. അതായത് ഏകദേശം 95% കഴിഞ്ഞ് നിൽക്കുന്ന കേസാണെങ്കിൽ ചാടിക്കയറി അഴിക്കേണ്ട ആവശ്യമില്ല. ഇനി വേറെ ഒരു ചില കാര്യം എങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല്ല് പൊട്ടിയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾക്ക് ഇപ്പോൾ ഒരു പല്ല് വേറൊരു പല്ല് വെക്കുകയാണെങ്കിൽ, ഊരി വെക്കുന്ന പല്ല് വെക്കുകയാണെങ്കിൽ അത് ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട്, ആ പോയിന്റ് നമുക്ക് നഷ്ടപ്പെടും. നേരെ മറിച്ച് ഒരു ഫിക്സഡ് ടൂത്താണ്, ഒരു ബ്രിഡ്ജ് അല്ലെങ്കിൽ ഇംപ്ലാന്റ് വെക്കുകയാണെങ്കിൽ ആ പോയിന്റ് നമുക്ക് ലഭിക്കും. സോ ഇനി ഉള്ളൊരു പോയിന്റാണ് മോണരോഗം ഉള്ള കേസുകൾക്ക് എന്ത് സംഭവിക്കുന്നുള്ളത്. സോ മോണരോഗം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ 3 തരത്തിലാണ് ചികിത്സിക്കാറ്. സോ ചെറിയൊരു മോണരോഗമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവും. ഇല്ല, കുറച്ചും കൂടി സിവിയർ ആയിട്ടുള്ളതാണെങ്കിലും ചിലപ്പോൾ നമുക്ക് ഡീപ്പ് ക്ലീൻ ചെയ്താൽ ശരിയാവും. ഇതല്ല, ഫ്ലാപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ലേസർ ഒക്കെ ചെയ്യാം, ഫ്ലാപ്പ് സർജറി ഇല്ലെങ്കിൽ ലേസറൊക്കെ ചെയ്യാം, ഇതിലൊക്കെ റിസോൾവ് ചെയ്യിക്കാൻ പറ്റും. പക്ഷേ വൺസ് ഇപ്പോൾ ഒരു പെരിഡോണ്ടൈറ്റിസ് അല്ലെങ്കിൽ ഒരു സിവിയർ ജിഞ്ചവൈറ്റിസിന് ശേഷം പെരിഡോണ്ടൈറ്റിസ് ഒക്കെ വന്നതിന് ശേഷം പല്ലുകളൊക്കെ ആടാൻ തുടങ്ങി, പിന്നെ അതിനൊരു ചികിത്സ എന്ന് പറഞ്ഞാൽ ആ പല്ല് എടുത്ത് കളയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അധികം പല്ലുകൾ ഒരുമിച്ച് നഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ, അതായത് പല്ല് എടുക്കൽ മാത്രമാണ് ആ ചികിത്സ എന്ന രീതിയിൽ ബാക്കി നിൽക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ എക്സാമിനറുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് നമ്മുടെ വായിൽ പല്ലുണ്ട്, പക്ഷെ അതിന് നല്ല ആട്ടമുണ്ട്, ഇനി അത് സേവ് ചെയ്യാൻ പറ്റില്ല, ഇനിയുള്ള ഒരേ ഒരു ചികിത്സ പല്ല് എടുക്കേണ്ടി വരികയാണെങ്കിൽ നമ്മൾ
ഡിസ്ക്വാളിഫൈ ആവും. സോ എല്ലാവരും എന്നോട് ചോദിക്കാറുള്ളത് ആർമി, നേവി, ഡെൻ്റലിലേക്ക് ഈ ചെറിയ ഡെൻ്റൽ ഇഷ്യൂസ് കാരണം ഡിസ്ക്വാളിഫൈ ആയി പോകുമെന്ന്. അങ്ങനെ ഒരിക്കലുമില്ല. അങ്ങനെ ഡിസ്ക്വാളിഫൈ ആവൽ ഭയങ്കര റെയറസ്റ്റ് ഓഫ് റെയറസ്റ്റ് ആണ്. ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.